നമസ്കാരം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തിയറി ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന ലെക്ചറിങ് മലയാളത്തിൽ ഒരു സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബിലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. നേരത്തെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ്സ് എന്താണെന്ന് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടു. നല്ല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് 750 മുകളിൽ പേര് റിവ്യൂ ചെയ്തു. ഒത്തിരി പേര് അതിന് വീണ്ടും അടുത്ത എഡിഷൻ വേണം, അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ അല്ലെങ്കിൽ അടുത്ത ഏരിയ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പൊതുവെ അറിയാമല്ലോ, നോൺ ഫിനാൻസ് പ്രൊഫഷണൽസിനുള്ളൊരു സീരീസാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ഫിനാൻസിനെ കുറിച്ചാണ്. ഒരുപക്ഷെ ഫിനാൻഷ്യൽ മാനേജ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതുപോലെ തന്നെ 3 ഫിനാൻസിങ് ഡിസിഷൻ, അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഫിനാൻസിങ് ഡിസിഷൻ പറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, പിന്നെ അതിൻ്റെ ഇന്ത്യൻ സെനാരിയോ, ഇൻ്റർനാഷണൽ സെനാരിയോ ഒക്കെ പറഞ്ഞു. ഒരുപക്ഷെ അത് പറഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ അടുത്ത് പറയേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഒരുപക്ഷെ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഒരു കമ്പനിക്ക്, ഒരു സ്ഥാപനത്തിന് നമുക്ക് സോഴ്സ് ഫിനാൻസ് കിട്ടുന്നത്, ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും കിട്ടുന്നത്, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഫിനാൻഷ്യൽമെൻറ്റ് പഠിക്കുന്ന എല്ലാ സ്ട്രീമിലുള്ളവർക്കും ഉള്ളൊരു മാൻഡേറ്ററി ചാപ്റ്ററാണ് സോഴ്സസ് ഓഫ് ഫിനാൻസ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ വീഡിയോ, ഈ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ അതാവട്ടെ എന്ന് ധരിച്ചു. അപ്പോൾ അതിലാദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്: ബേസിക് സോഴ്സസ് ഓഫ് ഫിനാൻസ് ആണ്. ബേസിക് സോഴ്സ് ഓഫ് ഫിനാൻസ് നമ്മൾ പൊതുവെ എന്താണെന്ന് വെച്ചാൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ എന്താണ്, ഒന്ന് അതിന് ഇന്റേണൽ സോഴ്സ് എന്നും അതിന് നമ്മൾ എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് എന്നും, അങ്ങനെ രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. പൊതുവെ അതിനെ എന്താ പറയുക, ഇന്റേണൽ സോഴ്സ് എന്ന ഒരു രീതിയിലും അതുപോലെ തന്നെ നമ്മൾ എന്താണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന രീതിയിലും രണ്ടായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും? കമ്പനിയുടെ അകത്തു നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ സാധാരണ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു വർഷം ബിസിനസ് ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ലാഭം, അല്ലേ, ഒരു വർഷം ബിസിനസ് അതിൽ നിന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാഭം, അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കുള്ളൊരു മറ്റൊരു സോഴ്സാണ് ഇതാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കമ്പനിയുടെ പുറത്തു നിന്നുള്ള സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ആ എക്സ്റ്റേണൽ സോഴ്സും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപക്ഷെ ഓണറിൻ്റെനാവാം, അല്ലെങ്കിൽ സ്വന്തം ഓണറിൻ്റെനാവാം, അല്ലെങ്കിൽ നമുക്ക് കടം മേടിക്കാം. അതിനാണ് നമ്മൾ ബോറോഡ് ഫണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് സോഴ്സ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്റേണൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടിങ്ങും അതുപോലെ തന്നെ എക്സ്റ്റേണലി ജനറേറ്റ് ചെയ്യുന്ന ഫണ്ടിങ്ങുമാണ്. പുറത്തുനിന്ന് നമ്മൾ എക്സ്റ്റേണൽ ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് രണ്ടിൽ ചെയ്യാം. കമ്പനിയുടെ ഉടമസ്ഥൻ, പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്ത് ഇക്വിറ്റി ക്യാപിറ്റലായിട്ട് കൊണ്ടുവരാനും പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും ഇതര സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോറോഡ് ഫണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സോഴ്സിൻ്റെ ബേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ എലോബറേറ്റ് ആയിട്ട് നമ്മൾ നോക്കാനാണ് നമ്മൾ പോകുന്നത്. ഓണേഴ്സ് ഫണ്ട്, അതായത് നമ്മളെ ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അക്രൂവലായിട്ട് കമ്പനിനകത്തു നിന്നും ജനറേറ്റ് ചെയ്യാതെ എന്നാൽ കമ്പനിയുടെ പുറത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ സോഴ്സ് ബേസിക്കലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, അതിന് ഓണേഴ്സ് ഫണ്ടും നമ്മുടെ സ്വന്തം ഓണറിൻ്റെ, അതായത് പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ക്യാപിറ്റൽ ഫണ്ടും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ. നമ്മളിപ്പോൾ ഓണേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ തന്നെ ഫണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുടെ ഫണ്ട് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിനെയാണ് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഓണേഴ്സ് ഫണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഓണേഴ്സ് ഫണ്ടിനെ പൊതുവെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഇ എസ് സി എന്ന് പറയുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയുടെ തന്നെ ഓണേഴ്സ് പ്രിഫറൻഷ്യൽ റൈറ്റ് ഇല്ലാതെ കൊണ്ടുവരുന്ന മൂലധനത്തിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് കമ്പനിയുടെ മാനേജ്മെന്റിൽ പങ്കെടുക്കാൻ പറ്റും. അതായത് കമ്പനിക്ക് മീറ്റിംഗ് വരുമ്പോൾ, AGM-ഓ EGM-ഓ വരുമ്പോൾ കമ്പനിയുടെ മീറ്റിംഗിൽ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, എക്സസൈസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സാധാ ഷെയർ ഹോൾഡേഴ്സിനെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ സാധാ ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വെച്ചാൽ സാധാ ഷെയർ ക്യാപിറ്റലാണ്. അവർക്ക് സാധാ കമ്പനിയിലെ മാനേജ്മെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും, AGM-ലോ EGM-ലോ വോട്ടിംഗ് റൈറ്റ്സ് എക്സസൈസ് ചെയ്ത് പങ്കെടുക്കാൻ പറ്റും, കമ്പനിയുടെ മാനേജ്മെന്റിൽ പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഡിവിഡൻഡ് റൈറ്റും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ഡിവിഡൻഡ് റൈറ്റ് വന്നിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ബാക്കിയുള്ളത്, അല്ലെങ്കിൽ അവർക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഡിവിഡൻഡ് റേറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും we may say that equity share capital is an ordinary share capital. ഈ ഒരു ക്യാപിറ്റലാണ് ഒരുപക്ഷെ എന്താണ് നല്ലൊരു ശതമാനം സ്ഥാപനങ്ങളെയും ഫണ്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ഇപ്പോൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് അതാണ് എന്താ പറയുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ VVR-ഉം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് DVR. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു,
ESC എന്ന് പറയുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് ഏറ്റവും കൂടുതൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മുടെ കമ്പനിയിൽ ഫണ്ടിങ് കിട്ടുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് അക്ലൈംഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോഴ്സാണ്. അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കമ്പനി നിയമം 2013 വളരെ ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് ഡിമാർക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ദോ 2000 കമ്പനീസ് അമെൻമെന്റ് ആക്ട് 2000 കൊണ്ടുവന്ന ഏരിയ ആണെങ്കിലും പുതിയ ആക്ട് വന്നപ്പോൾ 2013 അതിന് വളരെ ക്ലിയർ ആയിട്ട് ഡിമാർക്കേറ്റ് ഉണ്ട്. ESC അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് VR ഉള്ളതും വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളതും, രണ്ട് DVR ഉള്ളതും, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളതും. എന്താണ് തമ്മിൽ വ്യത്യാസം? VR ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ മാനേജ്മെന്റിൽ വോട്ടിംഗ് ഡിസിഷനിൽ കമ്പനിയുടെ തീരുമാനം എടുക്കുമ്പോൾ AGMലോ EGMലോ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് VR എന്ന് പറയുന്നത്. എന്നാൽ DVR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഒരേ ക്ലാസ്സിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് പോലും നമുക്ക് വോട്ടിംഗ് റൈറ്റ്സ് ചില ആൾക്കാർക്ക് കൂടുതൽ കൊടുക്കുകയും എന്നാൽ അവർക്ക് ഡിവിഡൻഡ് കുറച്ച് കൊടുക്കുകയും, എന്ന് മറ്റുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഡിവിഡൻഡ് കൂടുതൽ കൊടുക്കുകയും ഇതര ആൾക്കാർക്ക് നമുക്ക് വോട്ടിംഗ് റൈറ്റ്സ് കുറച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ വോട്ടിംഗ് റൈറ്റ്സും ഡിവിഡൻഡും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഒരേ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് DVR, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ സാർ എന്താ അതിന്റെ എന്താ പറയുക കാരണം എന്ന് ചോദിച്ചാൽ, പൊതുവേ ഷെയർ ഹോൾഡേഴ്സ് രണ്ട് ടൈപ്പാണ്. ഒന്ന്, ചിലർക്ക് മാനേജ്മെന്റിൽ പങ്കെടുക്കണം, AGMൽ വരണം, വോട്ടിംഗ് റൈറ്റ്സ് എക്സസൈസ് ചെയ്യണം എന്നുള്ള ആൾക്കാരായിരിക്കും. ചിലർക്കാണെങ്കിൽ ഞങ്ങൾ ശല്യപ്പെടുത്തേ വേണ്ട, ഞങ്ങൾ മീറ്റിംഗിലൊന്നും വരുന്നില്ല, ഞങ്ങൾക്ക് ഡിവിഡൻഡ് തന്നാൽ മതി, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി. അപ്പോൾ കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിന് രണ്ട് ക്രൈറ്റീരിയ അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെ ഒരേ ക്ലാസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിന് കുറച്ച് പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൂടുതൽ കൊടുത്ത് ഡിവിഡൻഡ് കുറച്ച് കൊടുക്കാം. മറ്റുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഡിവിഡൻഡ് കൂടുതൽ കൊടുത്തിട്ട് വോട്ടിംഗ് റൈറ്റ്സ് കുറച്ച് കൊടുക്കും. ഇങ്ങനെ ഡിവിഡൻഡിലും വോട്ടിംഗ് റൈറ്റ്സിലും അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റി കൊടുക്കുന്ന കൺസെപ്റ്റിനാണ് നമ്മൾ എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് DVR, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. ഒരു 4 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെന്ന് നോക്കി, അതിൽ 2 പേർക്ക് 2 രീതിയിലും വേറെ രീതിയിലായിരിക്കും വോട്ടിംഗ് റൈറ്റ്സ്, കാരണം അവർക്ക് ചിലപ്പോൾ ഡിവിഡൻഡിൽ അഡ്ജസ്റ്റ്മെന്റ് കാണും. മറ്റു 2 പേർക്ക് ചിലപ്പോൾ ഡിവിഡൻഡ് ആയി കൂടുതൽ കൊടുക്കുന്നത്, അവർക്ക് എന്താണ് വോട്ടിംഗ് റൈറ്റ്സ് കുറവായിരിക്കും. അങ്ങനെ ഒരേ കാറ്റഗറിയിൽ അല്ലെങ്കിൽ സെയിം ക്ലാസ്സിൽ തന്നെ ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് കമ്പനി നിയമത്തിൽ അതിൻ്റെ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്, കുറേ കണ്ടീഷൻസ് അതിൻ്റെ അത് പറയുന്നുണ്ട്. ആ കണ്ടീഷന് വിധേയമായി മാത്രമേ DVR ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. എങ്കിലും നമ്മൾ തുടക്കം അറിഞ്ഞിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് VR ഉം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് DVR ഉം. ഇനി ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ട്രഡീഷണലി ഹിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ. മുമ്പ് ഞാൻ പറഞ്ഞു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലാക്കണം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ? അവരും ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്, കമ്പനിയിൽ ഷെയർ ഇടുന്നവർ തന്നെയാണ്, അവരോ കമ്പനിയുടെ പ്രൊമോട്ടർ തന്നെയാണ്, സംബന്ധിച്ച് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്, ഓണേഴ്സ് ആണ്. പക്ഷേ ഇവർക്ക് രണ്ട് കാര്യത്തിൽ പ്രിഫറൻസ് ഉണ്ട്. ഒന്ന്, ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കിട്ടാനായിട്ട് അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. അതായത് 6% അവർക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോഴേ പറഞ്ഞു, 6% പ്രിഫറൻസ് ഷെയർസ് എന്ന് ഇഷ്യൂ ചെയ്താൽ എല്ലാ വർഷവും അവർക്ക് എത്ര ശതമാനം കൊടുക്കണം? 6% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കണം. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. അതിൽ അവർക്ക് പ്രിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഇവരെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, കമ്പനി നാളുകാലത്ത് പ്രതിസന്ധിയിൽ വന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഈ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണ്ടേ? ആ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വേണം നിങ്ങൾ ആദ്യം ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കാൻ. അവിടെയും ഒരു പ്രിഫറൻസ് ഉണ്ട്. അപ്പോൾ ദോസ് ഷെയർ ഹോൾഡേഴ്സ് ഹു ഹാവ് പ്രിഫറൻസ് ഇൻ ദ മാറ്റർ ഓഫ് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെന്റ് ഓഫ് ദെയർ ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ആർ കോൾഡ് ആസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഡിവിഡൻഡിലും അതുപോലെ തന്നെ പൈസ തിരിച്ച് നാളുകാലത്ത് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിലും പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർ ഹോൾഡേഴ്സിനെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രിഫറൻസ് ഇല്ലാത്തവരെയാണ് നമ്മൾ സാധാരണയിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അഥവാ എന്താണ് സാധാ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഓണേഴ്സ് ഫണ്ടിനെ ബേസിക്കലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇക്വിറ്റിയും പ്രിഫറൻസും. ഇക്വിറ്റിയെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഇക്വിറ്റി വിത്ത് VR ഉം വോട്ടിംഗ് റൈറ്റ്സും, ഇക്വിറ്റി വിത്ത് DVR ഉം, ഇക്വിറ്റി വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സും. ഇതാണ് ഈ പേജ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു ഒരു ക്യാച്ച് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡിവിഡൻഡിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് നോക്കാം. എങ്കിലും ഈ ഓണേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സിന് നമ്മൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അവർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണം, അല്ലെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം. അതിനെയാണ് നമ്മളിവിടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഷെയർ ഹോൾഡേഴ്സിന് വർഷം തോറും ഉണ്ടാകുന്ന പ്രോഫിറ്റിൽ ഒരു വിഹിതം പങ്കിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. വർഷത്തിന്റെ ഇടയിൽ വെച്ച്, അത് അക്കൗണ്ടിംഗ് ഇയർ ഓപ്പൺ ആയിരിക്കുമ്പോൾ കൊടുക്കുകയാണെങ്കിൽ ഇന്റർ ഡിവിഡൻഡും, അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന ഡിവിഡൻഡിനെ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയും. അപ്പോൾ ഡിവിഡൻഡ് എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, ഓണേഴ്സ് ക്യാപിറ്റലിന്റെ ശരിക്കുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഡിവിഡൻഡ് പ്രോഫിറ്റ് അപ്രോപ്രിയേഷൻ ആണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ഡിവിഡൻഡ് കൊടുക്കത്തുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്. ഷെയർ ഹോൾഡേഴ്സിന് ഉള്ള കോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡിവിഡൻഡ് ആണ്.
അത് ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതിലേക്ക് ഡിവിഡൻഡ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ആർക്കാണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്? ഓണേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നവർക്ക്, അല്ലെങ്കിൽ സ്വന്തം ക്യാപിറ്റൽ കൊണ്ടുവരുന്നവർക്ക്, അല്ലെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ കൊണ്ടുവരുന്നവർക്ക്, പ്രിഫറൻസ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നവർക്ക്. എന്തിനധികം പറയണം? രണ്ട് സോഴ്സിലെ, അതായത് എക്സ്റ്റേണൽ സോഴ്സിലെ രണ്ട് സോഴ്സായ ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും, അതിൽ ഓണേഴ്സ് ഫണ്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട പ്രതിഫലം, അവർക്ക് കൊടുക്കേണ്ട എന്താണ്, നമ്മൾ കൊടുക്കേണ്ട ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പേരാണ് ഡിവിഡൻഡ്. ഇനി നമുക്ക് ഇതേപോലെ നമുക്ക് മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് ഇനി എന്തുണ്ട്? ബോറോഡ് ക്യാപിറ്റൽ ഉണ്ട് അല്ലേ? ബോറോഡ് ക്യാപിറ്റൽ. അപ്പോൾ വീണ്ടും പറയാം, എക്സ്റ്റേണൽ സോഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞു എന്താണ്, കമ്പനിയുടെ ഓണേഴ്സ് തന്നെ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് കമ്പനിയുടെ ഓണേഴ്സിൻ്റെ പൈസ ഇല്ല, കമ്പനി പുറത്ത് നിന്ന്, അവിടെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ അവർക്ക് അതാണ് നമുക്ക് ആവശ്യം. കാരണം നമുക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ സംരംഭത്തിൽ നമ്മൾ ഇടുമല്ലോ അല്ലേ? നമ്മൾത്തില്ലല്ലോ, നമ്മൾക്കുള്ള എമൗണ്ട് മാക്സിമം മുടക്കുക. അപ്പോൾ ഇനി നമ്മൾ ക്യാപിറ്റൽ കടം മേടിച്ചാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഒരുപക്ഷെ നല്ലൊരു ശതമാനം സ്ഥാപനവും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ്റ്റേണൽ സോഴ്സിലെ രണ്ടാമത്തെ കാറ്റഗറിയായ ബോറോഡ് ഫണ്ടാണ്, അഥവാ ഡെറ്റാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ സോഴ്സ്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു അക്കാഡമിക് സർക്കിളിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ മാനേജേഴ്സിന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ രണ്ട് സോഴ്സ് ഉണ്ട്. എക്സ്റ്റേണലിൽ തന്നെ ഓണർ ഫണ്ടും ഉണ്ട്, ബോറോഡ് ഫണ്ടും ഉണ്ട്. ഇതിൽ ഏതാണ് കൊള്ളാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് ബോറോഡ് ഫണ്ടാണ്. കാരണം ബോറോഡ് ഫണ്ടാണ് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിലും കമ്പനിയെ സെർവ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ കമ്പനിയെ ഗിയറപ്പ് ചെയ്യുന്നതിലും എന്തിനു പറയണം, എല്ലാ ആസ്പെക്റ്റിലും കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ആസ്പെക്റ്റിൽ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് എപ്പോഴും ബോറോഡ് ക്യാപിറ്റൽ വെച്ച് ബിസിനസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അതിൻ്റെ ആയിട്ടുള്ള മറ്റുള്ള മാനദണ്ഡങ്ങളുണ്ട് പക്ഷേങ്കിലും. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോറോഡ് ഫണ്ടിനെ കുറിച്ചാണ്. ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഓണേഴ്സ് ഫണ്ടിനെ കുറിച്ച്. ഈ രണ്ട് ഫണ്ടും എക്സ്റ്റേണൽ സോഴ്സിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്താണ് ബോറോഡ് ഫണ്ട്? ബോറോഡ് ഫണ്ട് എന്ന് വെച്ചാൽ കമ്പനിയുടെ അകത്തു നിന്നല്ലാതെ കമ്പനിയുടെ പുറത്തു നിന്നും സോഴ്സ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് നമ്മളെന്ന് പറയുന്നത്, മൂലധനത്തിനെയാണ് നമ്മളെന്ന് പറയുന്നത് ബോറോഡ് ഫണ്ട് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഡെറ്റ്. അതിന് നമ്മൾ ഡെറ്റ്, മറ്റെവിടെ നമ്മൾ അതിന് ഇക്വിറ്റി എന്നും, ഇവിടെ നമ്മൾ അതിന് ഡെറ്റ് എന്നും പറയും. പൊതുവേ ഇഷ്ടംപോലെ സോഴ്സ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ. പക്ഷെ പൊതുവേ ഉള്ള രണ്ട് സോഴ്സ് എന്നുള്ളത് ഒന്ന് പബ്ലിക് ഡെപ്പോസിറ്റും ഒരുപക്ഷെ ബാങ്ക് ലോൺ. ഒരുപക്ഷെ ബാങ്ക് ലോൺ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് അല്ലേ? ബാങ്ക് ലോൺ ഒരുപാട് കാര്യം, ഷോർട്ട് ടേം ബാങ്ക് ലോൺ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ ഉണ്ട്, OD ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ എന്താണ് ഒരു എമർജൻസി ലോൺ ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് അറിയാം ബാങ്ക് ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അവിടെയും കമ്പനി നിയമം നോക്കണം. ഒരു കമ്പനിയാണ് മേടിക്കുകയാണെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ സ്ട്രിഞ്ചൻ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ലിമിറ്റ്, പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്, അത് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേക പ്രൊവിഷൻ കമ്പനീസ് ആക്ടിലുണ്ട്, കമ്പനി നിയമത്തിലുണ്ട്. അപ്പോൾ അത് പാലിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പബ്ലിക് ഡെപ്പോസിറ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ എങ്കിലും ബോറോഡ് ഫണ്ട് പറയുമ്പോൾ പൊതുവെ ഒരു അക്കാഡമിക് സ്റ്റൈലിൽ പറയുന്ന രണ്ട് സോഴ്സ്, ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുക, പബ്ലിക് ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുക, അവർക്ക് അതിനുള്ള ഡെപ്പോസിറ്റ് റെസിപ്റ്റ് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അവർക്ക് ഓണർഷിപ്പ് ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ വോട്ടിംഗ് റൈറ്റ്സ് ഒരു കൺസെപ്റ്റേ ഇവിടെ ഇല്ല. കാരണം ഇവിടുത്തെ പ്രത്യേകത, ഇത് കടം മേടിക്കുന്ന പൈസയാണ്. നിങ്ങളെ ഞങ്ങൾ ഓണറാക്കാനോ കുടുംബത്തിലിരുത്താനോ ഒന്നും അല്ല. നിങ്ങളുടെ പൈസ ആവശ്യമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് ആയിട്ട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും ലോൺ മേടിക്കുന്നു. ഇതൊരു കടമായിട്ടാണ് മേടിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു ഡെറ്റാണ് ഞങ്ങൾ മേടിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് ഓണർഷിപ്പ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ്സ് എന്നൊരു കൺസെപ്റ്റേ ഇവിടെ ഇല്ല. കാരണം നമ്മൾ അവരെ പുറത്ത് നിർത്തത്തുള്ളൂ അല്ലെ? കടക്കാർ മാത്രമേ ഉള്ളൂ, അല്ലെ ഓണറല്ല. മറ്റത് നേരത്തെ പറഞ്ഞത് എന്താണ്? ഓണർഷിപ്പ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡിവിഡൻഡ് വോട്ടിംഗ് റൈറ്റ് കൊടുക്കാൻ കാര്യം. അപ്പൊ ഇവിടെ ഇടുന്ന ഇൻവെസ്റ്റ്മെന്റിന് അല്ലെങ്കിൽ എവർ തരുന്ന ഈ ലോണിന് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഒബ്വിയസ്ലി നമുക്ക് എന്ത് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ പലിശ, ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇക്വിറ്റി ഹോൾഡേഴ്സിന്, ഓണേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിവിഡൻഡ് എന്നും, എന്നാൽ കടം മേടിക്കുന്ന ബോറോഡ് ഫണ്ടിന് കൊടുക്കുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ലോണിന് തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടത്. എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്തത് ആരെങ്കിലും ഫ്രീ ആയി തരുമോ വർഷം തോറും? അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് ഷെഡ്യൂൾ ബേസ് ചെയ്ത് കൊടുക്കുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇൻട്രസ്റ്റ്, പലിശ എന്ന് പറയും. ഡിവിഡൻഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ നമ്മൾ കൊടുക്കുള്ളൂ ഓണറിന്. പക്ഷേ ഇവിടെ നമുക്ക് അത് നിർവാഹമില്ല. കടം മേടിച്ചാൽ കമ്പനി പ്രോഫിറ്റിലാണെങ്കിലും കൊള്ളാം, നഷ്ടത്തിലാണെങ്കിലും കൊള്ളാം, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. പക്ഷേ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊണ്ട് ഡെബിറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ടാക്സ് അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലേ? അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ബോറോഡ് ക്യാപിറ്റലാണ് നല്ലത്. എപ്പോഴും കടം മേടിച്ച് ബിസിനസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇവർ ഓണറും അല്ല, കമ്പനിയെ ഗിയർ ചെയ്യത്തില്ല, കമ്പനിയെ കൺട്രോൾ ചെയ്യത്തില്ല, ശരിയല്ലേ? എന്നാൽ അതേ സമയത്ത് പലിശ മാത്രം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ആ പലിശ കൊടുക്കുന്നത് PNL കൊണ്ട് ഡെബിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് കുറേ, അതിനനുസരിച്ച് ടാക്സ് ലാഭിക്കാൻ പറ്റും. ഒരു ടാക്സ് പ്ലാനിങ് ആസ്പെക്ട് കൂടെയാണ്. അപ്പോൾ ഇതാണ് ബോറോഡ് ക്യാപിറ്റലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. കമ്പനിക്ക് ഫണ്ട് ആവശ്യമുണ്ട്, അത് ആദ്യത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കമ്പനിക്ക് എന്തിനാണ് ഫണ്ട് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സോഴ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇന്റേണൽ അക്രൂവൽസും, രണ്ട് എക്സ്റ്റേണലും. എക്സ്റ്റേണലാണ് ഏറ്റവും ആവശ്യം. എക്സ്റ്റേണലിന്റെ അകത്ത് തന്നെ ഓണർ കൊണ്ടുവരുന്ന ഇക്വിറ്റി ക്യാപിറ്റലും, പിന്നെന്താണ് കടം മേടിക്കുന്ന ബോറോഡ് ക്യാപിറ്റലുണ്ട്. ഇക്വിറ്റി ക്യാപിറ്റലിന് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് ഡിവിഡൻഡ് ആണ്, ബോറോഡ് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്ത് ഡിസ്കസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ വേരിയസ് സോഴ്സസ് ഓഫ് ഫണ്ടിങ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഈ പുറത്തുനിന്ന് മേടിക്കുന്ന ഫണ്ടിലും ഇഷ്ടംപോലെ ടൈപ്സ്, എല്ലാത്തിലും കുറേ ടൈപ്സുകളുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കി പോകുമ്പോൾ നമുക്ക് ഓവറോൾ ആയിട്ടൊരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫണ്ട് കിട്ടുന്നുള്ളതിനെ കുറിച്ച്. ഇതിലിപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്ത കാര്യമുണ്ട്. ഇതൊക്കെ ഇക്വിറ്റി ക്യാപിറ്റൽ ചർച്ച ചെയ്തു, അല്ലെ പ്രിഫറൻസ് ക്യാപിറ്റൽ ചർച്ച ചെയ്തു. പിന്നെ വേരിയസ് സോഴ്സസിനകത്ത് പറയുമ്പോൾ ഈ പ്രിഫറൻസ് ക്യാപിറ്റൽ തന്നെ പലതരമുണ്ട്. അതിനെക്കുറിച്ച് അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോകണം. എന്താണ് വേരിയസ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റലാണ് അതിൻ്റെ അകത്ത്. ഒന്ന് ഈ പറഞ്ഞ പോലെ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, ഡിവിഡൻഡ് അഥവാ കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഫിക്സഡ് റേറ്റ് ആണല്ലോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രത്യേകത. അഥവാ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് ക്യുമുലേറ്റ് ചെയ്ത് അടുത്ത വർഷം കൊടുക്കണം. അങ്ങനെ ക്യുമുലേഷൻ ഇല്ലെങ്കിൽ നോൺ ക്യുമുലേറ്റീവ്. ഒരു പീരീഡിന് ശേഷം അത് ഷെയർ പ്രിഫറൻസിന് ഇക്വിറ്റി ആയിട്ട് കൺവെർട്ട് ചെയ്ത് കൊടുക്കുമെങ്കിൽ കൺവെർട്ടബിൾ. തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള പൈസ തിരിച്ച് മാൻഡേറ്റ് ആയിട്ട് ഇത്ര വർഷത്തിനകത്ത് തിരിച്ചു കൊടുക്കണം, മാക്സിമം 20 വർഷം ഉണ്ട്, എത്ര വർഷത്തിനകത്ത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. തിരിച്ചു കൊടുക്കേണ്ടാത്തത് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. എന്താണ് ബാക്കിയുള്ള ലാഭം ഉണ്ടെങ്കിൽ അതിലും കൂടെ ഷെയർ കൊടുക്കുകയാണെങ്കിൽ പ്രിഫറൻസ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. അങ്ങനെ അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. ഇത്രത്തോളൊന്നും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, എങ്കിലും ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ തന്നെ നമ്മൾ VR-ഉം DVR ഉള്ളതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൽ നിന്നും ഇതുപോലെ തന്നെ ക്യുമുലേറ്റീവ്, നോൺ ക്യുമുലേറ്റീവ്, കൺവെർട്ടബിൾ, നോൺ കൺവെർട്ടബിൾ, റെഡീമബിൾ, ഇറഡീമബിൾ, അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറീസ് ഉണ്ട്. ഒരു അക്കാഡമിക് പർപ്പസിന് ഒന്ന് അറിവിന് വേണ്ടി ഒന്ന് അറിഞ്ഞു വെക്കുന്നതല്ല. കമ്പാരിറ്റീവ്ലി പ്രാക്ടിക്കലായിട്ട് പല കമ്പനികളിലും ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും ആവശ്യമായിട്ട് വരാറുണ്ട്. ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ആ കമ്പനിയുടെ ഒരു സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ ഇതാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ള വേരിയസ് സോഴ്സ്. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ ഇത്രയും നേരം നോക്കാത്ത രീതിയിലുള്ള സോഴ്സാണ്. ഇതുപോലെ തന്നെ ക്യാപിറ്റലിന്റെ മറ്റുള്ള സോഴ്സുകളാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോൾ. അതിൻ്റെ അകത്ത് മറ്റുള്ള അടുത്തൊരു വേരിയസ് സോഴ്സ് എന്ന് പറയുന്നൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഈ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഒരു ഒരുപാട് പേര് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ റൈറ്റ്സ് ഇഷ്യൂ, ഫർദർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, അത് സെക്ഷൻ 81 കമ്പനീസ് ആക്ടിൽ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഓണേഴ്സിൽ നിന്നും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ഓണേഴ്സ് നമുക്ക് ക്യാപിറ്റൽ തരുന്നു. അതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്ന് പറയുന്നത്. ആദ്യം ഫോർ എക്സാമ്പിൾ ഒരാൾ അല്ലെ, ഫോർ എക്സാമ്പിൾ എക്സ് എന്നൊരാൾ നമുക്ക് ഒരു 1 കോടി രൂപ തന്നു, അദ്ദേഹം തന്നു, നമ്മുടെ ഷെയർ ഹോൾഡറാണ്, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. അതുപോലെ പലരും തന്നു, അസ്യൂം ചെയ്യാം 10 പേര് 1 കോടി വെച്ച് തന്നു. അപ്പോൾ ഈ കമ്പനിയുടെ ഇക്വിറ്റി മൂലധനം, അതായത് ഇക്വിറ്റി വഴി ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൺഡ് ഫണ്ട് എന്ന് പറയുന്നത് 10 കോടിയായി. കമ്പനി 2-3 വർഷം ബിസിനസ് കഴിയുമ്പോൾ വീണ്ടും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വരുന്നു, വീണ്ടും മെഷീനറി മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലാൻഡ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് ഓർഡർ അല്ലെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് വീണ്ടും ക്യാപിറ്റൽ ആവശ്യം വരും. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ 2 സോഴ്സ് ഞാൻ എപ്പോഴും പറഞ്ഞ് മറക്കരുത്. എക്സ്റ്റേണൽ സോഴ്സ് ആണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് 2 സോഴ്സ് ഉണ്ടെന്ന് ഓണർമാരെ കൊണ്ടുവരുന്നു, 2 പുറമേ നമ്മൾ ബോറോയിങ് ബാങ്കിൽ നിന്ന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ കടമെടുക്കുന്നു അല്ലെ. ഈ ഓണേഴ്സിൻ്റെ അടുത്ത് തന്നെ വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ചോദിക്കാം. ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ 1 കോടി വെച്ച് ഞാൻ 10 പേര് തന്നു, 10 കോടി ഓൾറെഡി കളക്ട് ചെയ്തു, സമ്മതിച്ചു, ക്യാപിറ്റലാണ്, അവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്, സമ്മതിച്ചു. പക്ഷെ വീണ്ടും നമ്മൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വെൻ ദ കമ്പനി ഇന്റൻസ് ടു റൈസ് മോർ ക്യാപിറ്റൽ ഫ്രം ഷെയർ ഹോൾഡേഴ്സ്, ആൻഡ് ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് റൈറ്റ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ഫർദർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. കമ്പനി നിയമപ്രകാരം വീണ്ടും ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആദ്യം ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് അത് ഓഫർ ചെയ്യണം. നിങ്ങൾ പൈസ ഇടുന്നുണ്ടോ, നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ തരട്ടെ എന്ന് ഓഫർ ചെയ്ത് അവർ വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇക്വിറ്റി ഷെയർസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും ഷെയർ വേണോ എന്ന് ഓഫർ ചെയ്യുന്നതിനാണ് നമ്മൾ റൈറ്റ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ഫർദർ ഇഷ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്റേണൽ സോഴ്സ്, അതായത് എക്സ്റ്റേണൽ സോഴ്സിലെ ഓണേഴ്സ് ഫണ്ടൊക്കെ കഴിഞ്ഞു. ഇത് പൊതുവെ പുറത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞത് ഞാൻ കമ്പാരിറ്റീവ്ലി എല്ലാം ഒന്നിച്ച് അങ്ങ് ലിസ്റ്റ് എടുത്തുകൊണ്ട് ഡിബഞ്ചർ, ഒരുപാട് കേട്ടിട്ടുള്ള വാക്കായിരിക്കും ഡിബഞ്ചർ എന്ന് പറയുന്നതും ലോണാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് ആണ് അവർ കൊടുക്കേണ്ടത്. ഡിബഞ്ചറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങളിൽ നിന്നും ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് അവർ നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണെന്ന് പറഞ്ഞ് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിനെയും നമ്മൾ ഡിബഞ്ചർ എന്നാണ് പറയുന്നത്. കടപ്പത്രങ്ങൾ എന്നാണ് എന്നെ പറയുന്നത് അല്ലേ. നമ്മൾ കടം മേടിക്കുന്നത് പോലെ തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചൊരു ഫോർമലൈസ് ചെയ്ത് അവരെ ഇൻട്രസ്റ്റിന് പ്രൊട്ടക്ട് ചെയ്യാൻ ഡിബഞ്ചർ ട്രസ്റ്റീസിനെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതര രീതിയാണ് നമ്മളെന്ന് പറയുന്നത് ഡിബഞ്ചർ ഒരു ബോറോഡ് ക്യാപിറ്റൽ സോഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ് ലോൺ എടുക്കുന്ന പോലെയാണ്, പക്ഷേ കുറച്ചുകൂടി സെക്യൂർഡും കുറച്ചുകൂടി ഫോർമലായിട്ടുള്ള ഒരു കടം മേടിക്കുന്ന, കടപ്പത്രം ഇറക്കി കടം മേടിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഡിബഞ്ചർ ഇഷ്യൂ വളരെ ഫേമസ് ആണ്. ഡിബഞ്ചറിന്റെ അഡ്വാൻറ്റേജ്, നമുക്കുള്ള അഡ്വാൻറ്റേജ്, അവർ ഓണറല്ല, അവർ കടക്കാരാണ് അല്ലേ, അതുകൊണ്ട് തന്നെ വെളിയിൽ നിർത്തിയാൽ മതി. പക്ഷേ അവർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിബഞ്ചർ ട്രസ്റ്റ് ഉണ്ടാക്കണം. അവർക്ക് അവരുടെ അസറ്റ്സ് പൊതുവേ നമ്മൾ സെക്യൂർഡ് ആയിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളാണ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഡിബഞ്ചറിനെയാണ് പൊതുവെ നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. ആ വാക്കുണ്ട് ബോണ്ട് എന്ന് വെച്ചാൽ ഒരു 6 മാസത്തെ ഒരു ഇതേ ഉള്ളൂ. അതിനുശേഷം പൊതുവെ നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ട്. ഇതും കടം മേടിക്കും. നമ്മളിപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കടം മേടിക്കുന്നതാണ്. ഓണേഴ്സ് ഫണ്ടിൽ കടം മേടിച്ചിട്ട് അവരെ നമ്മൾ ഓണറാക്കും അല്ലേ, അല്ലെങ്കിൽ നമ്മളെ തന്നെ കമ്പനിയുടെ ആൾക്കാരാണ് അവർ. ഡിബഞ്ചേഴ്സിലും അങ്ങോട്ട് പറയുന്ന പുറത്തുനിന്ന് മേടിക്കുന്നതിൽ അവർ പുറത്തുള്ള ആൾക്കാരാണ്. അവർക്ക് പലിശ മാത്രം കൊടുത്തത്, കടം മേടിക്കുകയാണ് മാത്രം ഉദ്ദേശം. അത് കടം മേടിക്കുന്ന ഉദ്ദേശത്തിലുള്ള ആദ്യത്തെ ആളാണ് ഡിബഞ്ചർ. ആദ്യത്തെ ആൾ അല്ലെങ്കിൽ ആദ്യത്തെ മെത്തേഡിനാണ് ഡിബഞ്ചർ എന്നും, രണ്ടാമത് ബോണ്ട് ഷോർട്ട് ടേം ആണ്.
പബ്ലിക് ഡെപ്പോസിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിച്ച് അവർക്ക് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് കൊടുക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് പബ്ലിക് ഡെപ്പോസിറ്റ്. പത്രത്തിൽ കണ്ടിട്ടില്ലേ, എക്സ് കമ്പനി വന്നിട്ട് ഇത്ര നോൺ കൺവേർട്ടഡ് ബെഞ്ചർ ഇറക്കുന്നു, ഇത്ര പബ്ലിക് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, നമ്മൾ ഒരുപാട് പത്രത്തിലൊക്കെ കാണാറുണ്ട്. അതേപോലെ നമ്മൾ പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും എൻ്റെ അകത്ത് റിസ്ക് ഉണ്ട്, എല്ലാത്തിലും എൻ്റെ ആയിട്ടുള്ള അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈസും ഉണ്ട്. കാരണം വെച്ചാൽ ഓണർ അല്ലാത്തതുകൊണ്ട് തന്നെ, ഓണർഷിപ്പ് അല്ലാത്തതുകൊണ്ട് തന്നെ ഇവരായിട്ട് സർവീസ് ചെയ്യാൻ കമ്പാരിറ്റീവ് എളുപ്പമാണെന്നാണ് പൊതുവെ ഫിനാൻഷ്യൽ അനലിസ്റ്റ് പറയുന്നത്. ഇനി ഒത്തിരി സോഴ്സസ് പറയുന്നുണ്ട്. ഒരു സോഴ്സാണ് പൊതുവെ അധികം അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇതിനെ നമ്മളൊരു സോഴ്സ് ഉണ്ട്, സെക്യൂർഡ് പ്രീമിയം നോട്ട്, SPN എന്ന് പറയും. അതൊരു വാറണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്. അതുപോലെ തന്നെ അതിനെ ഒരു പർട്ടിക്കുലർ പീരീഡിന് ശേഷം അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുവരെ ലോക്ക് ഇൻ പീരീഡ് വയ്ക്കാം. എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല, അതിൻ്റെ പേരെന്താണ്, സെക്യൂർഡ് പ്രീമിയം നോട്ട്സ്, SPN എന്നാണ് പറയുന്നത്. ഒരു ഡിറ്റാച്ച്ഡ് വാറണ്ടും കൂടെ, അത് കൂപ്പൺ എന്ന് പറയും ഇല്ലേ, പിന്നെ പലിശ കൊടുക്കുന്ന കൂപ്പൺ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് സെക്യൂർഡ് പ്രീമിയം നോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ മെച്യൂരിറ്റി പീരീഡ് ആണ്, 3 ഇയേഴ്സിനോ 5 ഇയേഴ്സിനോ കാണും. ആഫ്റ്റർ ദാറ്റ് അതിന് നമ്മൾ അതിന് ഷെയർ ആയിട്ട് മാറുന്നു. പക്ഷെ അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ലോക്ക് ഇൻ പീരീഡ് ആണ്. സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റും കൊടുക്കത്തില്ല. അപ്പോൾ അന്ന് കൺവേർട്ട് ചെയ്യുന്ന ദിവസം ഇതിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ മറ്റുള്ള വാല്യുവേഷനും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതും അങ്ങനെ ഇഷ്യൂ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയെ ഫണ്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്ഥാപനത്തിനെ നമ്മൾ ഫണ്ട് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം മറക്കരുത്, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ സോഴ്സസ് ഓഫ് ഫണ്ട് അല്ലേ, നമുക്ക് എവിടെ നിന്നൊക്കെ പൈസ കിട്ടണം, അത് ഇൻവെസ്റ്റ് ചെയ്യണം, കമ്പനിയിൽ ഫിനാൻസ് ചെയ്യണം, പിന്നെ ഡിവിഡൻഡ്. ഇൻവെസ്റ്റ് ചെയ്യാൻ കൊള്ളാം, ഡിവിഡൻഡും കൊള്ളാം, പക്ഷെ എവിടെ നിന്ന് ഫിനാൻസ് കിട്ടും, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. എവിടെ നിന്ന് ഫിനാൻസ് കിട്ടും, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എവിടെ നിന്നൊക്കെ ഫിനാൻസ് കിട്ടും, അതിൻ്റെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ നോക്കിയത് ഇക്വിറ്റി ഓണറിൽ നിന്നും പൈസ കിട്ടും, അതിന് VR റൈറ്റ് കൊടുക്കുക അല്ലെങ്കിൽ DVR റൈറ്റ് കൊടുക്കുക, പിന്നെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് കൊടുത്തുകൊണ്ട് ഓണറിൽ നിന്നും പൈസ കിട്ടും, അതിനാണ് പ്രിഫറൻഷ്യൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ അകത്തിൽ നിന്നല്ലാതെ, അതായത് അകത്തുള്ള ആൾക്കാരിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ ഇക്വിറ്റി ഹോൾഡേഴ്സിനല്ലാതെ നമ്മൾ ഓണർ ആക്കാതെ അവരെ കടം മാത്രം മേടിച്ചാൽ മതിയെങ്കിൽ ആ സൈഡിലോട്ട് പോയി കഴിയുന്നുണ്ടെങ്കിൽ ഡിബഞ്ചർ ഉണ്ട്, ബോണ്ട് ഉണ്ട്, പബ്ലിക് ഡെപ്പോസിറ്റ് ഉണ്ട്, ബാങ്ക് ലോൺ ഉണ്ട്, ഇപ്പം പറയുന്നത് SPN ഉണ്ട് അല്ലേ. പിന്നെന്താ, വേറൊരു ടൈപ്പാണ് ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട്, DDB എന്ന് പറയും. ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ഇതെല്ലാം ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അറിയാം, ഒരുപാട് തരം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്, കാരണം പൈസ എങ്ങനെയൊക്കെ നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണല്ലോ ഫിനാൻഷ്യൽ മാനേജേഴ്സ് നമ്മൾ നോക്കേണ്ടത്, ഒരു കമ്പനി അഡ്വൈസ് ചെയ്യേണ്ടത് അല്ലേ. കമ്പനിക്ക് എത്രത്തോളം നമുക്ക് സെക്യൂരിറ്റി കൊടുക്കാനുണ്ട്, സെക്യൂരിറ്റി ഇല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കമ്പനി മേടിക്കണമെന്നും പറയുന്നില്ല. ഇത് വേരിയസ് സോഴ്സസ് അവൈലബിൾ. അത് നിങ്ങളുടെ കമ്പനിയുടെ സ്ട്രക്ചർ, ബാലൻസ് ഷീറ്റിന്റെ സ്ട്രെങ്ത്, ക്രെഡിബിലിറ്റി, ക്രെഡിറ്റ് റേറ്റിംഗ്, ക്രെഡിറ്റ് വർത്തിനെസ്, പ്രൊമോട്ടേഴ്സിന്റെ സൗണ്ട്നെസ്, മാനേജ്മെന്റ് ക്വാളിറ്റി, ഓവറോൾ ഫണ്ട് മാനേജ്മെന്റ് പൊസിഷൻ, പ്രോഫിറ്റബിലിറ്റി, എസ്പെഷ്യലി ഫിനാൻഷ്യൽ റേഷ്യോസിന്റെ സ്ട്രോങ്നെസ്, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ഇൻസ്ട്രുമെന്റ് വേണം അല്ലേ. എങ്കിൽ ഇത് നമ്മൾ ഒരു അറിഞ്ഞിരിക്കണം. ഈ നമ്മൾ ആക്ച്വലി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളൊരു അറിവാണ്. ഉണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് ഇത് അഡ്വൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡീപ് ഡിസ്കൗണ്ട് ബോർഡ് വലിയ ഹ്യൂജ് ഡിസ്കൗണ്ട് ഇഷ്യൂ ചെയ്യും. ഫേസ് വാല്യൂ 10 രൂപയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 7 രൂപയ്ക്കോ 4 രൂപയ്ക്കോ നമ്മൾ അത് ഇഷ്യൂ ചെയ്യും. അത് മെച്യൂരിറ്റി പീരീഡ് വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള സ്പ്രെഡിനെ നോക്കിയിട്ട് എൻ്റെ ലാഭവും അല്ലെങ്കിൽ എൻ്റെ ഒരു ഹെഡ്ജിങ്ങോ സ്പെക്കുലേഷനൊക്കെ നടക്കും. കൺവെർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, അത് ഓൾറെഡി പറഞ്ഞു, ഇക്വിപ്രിഫ് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പർട്ടിക്കുലർ പീരീഡ് വരെ അത് പ്രിഫറൻസ് ഷെയർസും അതിനുശേഷം അത് എന്താവും, അത് ഇക്വിറ്റി ഷെയർസ് ആവും. അതിനാണ് നമ്മൾ ഇക്വിപ്രിഫ് എന്ന് പറയുന്നത്. 2 പാർട്ട് ഇൻസ്ട്രുമെന്റ്, A പാർട്ട് B പാർട്ടും അങ്ങനെ ഇതുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള അടുത്തൊരു സംഭവമാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. കമ്പനിക്ക് വേണ്ടി വേർപ്പൊഴുക്കുന്നവർക്ക് കൊടുക്കുന്ന ഷെയറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. കമ്പനിയുടെ ഡയറക്ടേഴ്സോ ഓഫീസേഴ്സോ കമ്പനിക്ക് ആ സ്ഥാപനത്തിന് വാല്യൂ അഡീഷനോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഒരു പേറ്റന്റോ, ഒരു കണ്ടുപിടുത്തമോ, പുതിയൊരു പ്രോഡക്റ്റിന്റെ നോഹവോ തരയാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പൈസ കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്യുന്ന പകരം നമ്മൾ അവർ ഡിസ്കൗണ്ടിൽ ഷെയർ കൊടുക്കും. അതായത് ഒരു 1 കോടി രൂപ മൂല്യമുള്ള ഷെയറിന് അവർക്ക് 89 ലക്ഷത്തിന് കൊടുക്കും അല്ലേ. അപ്പോൾ അത് ബാക്കി പൈസ എന്ന് പറയുന്ന അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെമ്യൂണറേറ്റ് ചെയ്യുന്ന തുല്യമാണ്. ഇത് വലിയ വലിയ കമ്പനികൾ, പ്രത്യേകിച്ച് IT കമ്പനികൾ ചെയ്യുന്ന രീതിയാണ്. കമ്പനിക്ക് വലിയ വലിയ ഐഡിയാസും പ്രോജക്ട്സും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഒക്കെ തരുന്ന, പുതിയ കണ്ടുപിടുത്തങ്ങൾ തരുന്ന, ഇന്നോവേഷൻ തരുന്ന, നോഹോ തരുന്ന ഓഫീസേഴ്സിനെയും ഡയറക്ടേഴ്സിനെയും റെമ്യൂണറേറ്റ് ചെയ്യുന്ന രീതിയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. കമ്പനിക്ക് വേണ്ടി വേർപ്പൊഴുക്കുന്നവർക്ക് കൊടുക്കുന്ന ഷെയർസ് ആണ്. ഇത് പൊതുവെ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. ആ ഡിസ്കൗണ്ടാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ. അടുത്തൊരു സോഴ്സ് പൊതുവെ അത്ര ഫേമസ് അല്ലെങ്കിൽ ട്രാക്കിംഗ് സ്റ്റോക്സ് എന്ന് പറയും. അത്ര ഫേമസ് അല്ല എങ്കിൽ പോലും വരാൻ സാധ്യതയുള്ളതാണ്. ട്രാക്കിംഗ് സ്റ്റോക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കമ്പനിയുടെ വാല്യുവേഷൻസ് നോക്കുന്നത്, കമ്പനി മൊത്തത്തിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഫോസിസ് ആയാലും ശരി, വലിയ വലിയ കമ്പനി ടാറ്റ ആയാലും ശരി, MRF ആയാലും ശരി, ഒരുപാട് കമ്പനികൾ നോക്കുന്നുണ്ട്. ആ കമ്പനിയുടെ വാല്യുവേഷനാണ് ബേസ് ചെയ്തിട്ടാണ് കമ്പനിയുടെ ഷെയറിന്റെ മൂല്യം. അതുപോലെ തന്നെ നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടറിയാം അല്ലെ, ഷെയറിന്റെ ഒരു കമ്പനിയുടെ ഷെയറിന്റെ പ്രൈസ്, അതിനകത്ത് പല പല പ്രൈസസ് ഒന്നുമില്ല. ട്രാക്കിംഗ് സ്റ്റോക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ കൺസെപ്റ്റ് ഇതാണ്, ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് സെഗ്മെന്റ്സ് ആയിട്ട് തിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് 4 ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ട്, A, B, C, D, 4 പ്രോഡക്ട്സ് ഉണ്ട്. 4 പ്രോഡക്ട്സിന്റെയും മാർക്കറ്റ് വാല്യൂ, 4 പ്രോഡക്ട്സിന്റെയും മാർക്കറ്റ് ഷെയർ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ A പ്രോഡക്റ്റിന് വേണ്ടി മാത്രം പർട്ടിക്കുലർ ഷെയർ,
ബിക്ക് വേണ്ടി മാത്രം വേറൊരു ഷെയർ, സിക്ക് വേണ്ടി മാത്രം വേറൊരു ഷെയർ, ഡിക്ക് വേണ്ടി മാത്രം വേറൊരു ഷെയർ. അങ്ങനെ ഒരു കമ്പനിയുടെ വാല്യൂഷനെ തന്നെ കമ്പനിയുടെ പ്രോഡക്റ്റ് സെഗ്മെന്റിനെ ബേസ് ചെയ്തിട്ട് മാറ്റി അതിൽ ഓരോ സെഗ്മെന്റും എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതിനെ ബേസ് ചെയ്തിട്ട് അതാത് ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാക്ക് ചെയ്ത് അതാത് സെഗ്മെന്റിൽ ട്രാക്ക് ചെയ്ത് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രാക്കിംഗ് സ്റ്റോക്ക്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പോൾ എയും ബിയും നല്ലതിൽ ഓടുന്നില്ലായിരിക്കും, നല്ല പ്രോഡക്റ്റ് അല്ല, അത്ര മോശമാണ്, പക്ഷെ കമ്പനിയുടെ ഓവറോൾ വാല്യൂഷൻ കൊള്ളാം, പക്ഷേ ഡി എന്ന് പറയുന്ന നല്ലതിൽ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചോളം ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചോളം ഡി പ്രോഡക്റ്റിനെ ബാക്ക് ആയിട്ടുള്ള ഷെയർസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ട്രാക്കിംഗ് സ്റ്റോക്സ്. വന്നിട്ടില്ല, ഒരു നല്ലൊരു കൺസെപ്റ്റ്. കമ്പനിയുടെ മൊത്തം വാല്യൂഷനെ നോക്കി ഒരു കമ്പനിയിൽ ഒറ്റ കാറ്റഗറി ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ കമ്പനിയുടെ പ്രോഡക്റ്റ് സെഗ്മെന്റ് തിരിച്ചുകൊണ്ട് അതിന്റെ ബിസിനസ് സെഗ്മെന്റ് മാറ്റിക്കൊണ്ട് അതാത് ബിസിനസ് സെഗ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ട്രാക്കിംഗ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. വന്നിട്ടില്ല, ഭാവിയിൽ വരുമാതിരി ഇതൊരു കൺസെപ്റ്റാണ്. പാർട്ടിസിപ്പേറ്റിംഗ് ഡിബഞ്ചേഴ്സ് ഇതൊരു അത്ഭുതമാണ്. സാധാരണ ഡിബഞ്ചേഴ്സിന് നമ്മൾ വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കാറില്ല, എന്നാൽ ഡിബഞ്ചേഴ്സിനും വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിനും ഷെയറിന്റെ നമ്മുടെ പ്രോഫിറ്റിന്റെ ഒരു പാർട്ട് കൊടുക്കുക എന്നൊരു ആശയമാണ്. ഇത് ഇപ്പോഴും വന്നിട്ടില്ല. പാർട്ടിസിപ്പന്റ് ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ ബേസിക്കലി കമ്പനിയുടെ പ്രോഫിറ്റിന്റെ വിഹിതവും കൂടെ അവർക്ക് കൊടുക്കുന്നില്ല. അവർ ബേസിക്കലി കടക്കാരാണ്, എങ്കിലും ഇതും കൂടെ കൊടുക്കുന്ന ഒരു പ്രോഫിറ്റിന്റെ ഷെയർ കൂടെ കൊടുക്കുന്ന ഒരു നോവൽ കൺസെപ്റ്റിനാണ് നമ്മൾ പാർട്ടിസിപ്പന്റ് ഡിബഞ്ചേഴ്സ്. എല്ലാം വഴി നമ്മളിതെല്ലാം എന്താ പറയുന്നത്, വേരിയസ് സോഴ്സസ് ഓഫ് ഫണ്ടിങ്, പൈസ കളക്ട് ചെയ്യാനുള്ള ഫണ്ടിങ് സോഴ്സസ് ആണ്. മോർഗേജ് ബാക്ക്ഡ് സെക്യൂരിറ്റീസ്, പാസ് ത്രൂ സെക്യൂരിറ്റി, ഇതെല്ലാം അതുപോലത്തെ കാര്യങ്ങളാണ്. കമ്പനിയുടെ സാധനങ്ങൾ മോർഗേജിന് കൊടുത്തിട്ട് അതിനെ പ്ലഡ്ജ് ചെയ്ത് വെച്ചു, അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വെച്ചിട്ട് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ് ജനറേറ്റ് ചെയ്യും, അതിൽ നിന്നും പൈസ ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെ നോക്കിയിട്ട് നമുക്ക് നിർത്താം. ഇതാണ് നമുക്ക് ഒരുപക്ഷെ പൊതുവേ എല്ലാ സോഴ്സ് പറയുമ്പോഴും നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോഴ്സ് കൂടെ പറയണം. അതിലൊന്ന് ഈ പറഞ്ഞ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ പ്ലേ ചെയ്യുന്നു. എസ്പെഷ്യലി എക്സിം ബാങ്ക് അല്ലെ, UTI, IDBI, അതേപോലെ IFCI, IDFC, നബാർഡ്, NSIC, SIB, ഇതുപോലെ ഇഷ്ടം പോലെ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സാധാ ബാങ്ക്, അത് നമ്മൾ കാണുന്ന കമേഴ്സ്യൽ ബാങ്കിനുപരി there are many specified financial institutions. പ്രത്യേകിച്ച് ട്രേഡും കോമേഴ്സും ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ നബാർഡ്, അതുപോലെ തന്നെ IDFC അല്ലെ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, SIDBI, സ്മോൾ ഇൻഡസ്ട്രീസിന് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന കോർപ്പറേഷൻ, അപ്പോൾ നാഷണൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സ്പെക്കിനെ ബേസ് ചെയ്തിട്ട്, നിങ്ങളുടെ ഒരു പ്രത്യേകതയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന ഇതര സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഏജൻസീസ് ഇന്നിപ്പോൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ സമീപിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്നും സോഫ്റ്റ് ലോൺസോ സബ്സിഡി ലോൺസോ ഒത്തിരി കാര്യങ്ങൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്ലൈഡാണ്. പ്രാക്ടിക്കലി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി ഡിബഞ്ചറോ ബോണ്ടോ അക്കാഡമിക്കലായിട്ട് പറയുന്ന പോലെ പബ്ലിക് ഡെപ്പോസിറ്റോ ബാങ്ക് ലോണോ തന്നെ വേണമെന്നില്ല. ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, അതും കമേഴ്സ്യൽ ബാങ്ക് അല്ല, ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അവർ അപ്രോച്ച് ചെയ്താലും മതിയാവും. വളരെ ഇമ്പോർട്ടൻ്റ്, അടുത്ത രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടി കഴിയുമ്പോൾ നമ്മൾ ഈ വീഡിയോ സെഷൻ തീരും. GDR എന്ന് പറയും, GDR ഗ്ലോബൽ ഡെപ്പോസിറ്റ്. ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റിൽ നിന്നും ഇന്ത്യയിലെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നിന്നും ഇന്ത്യയിലെ ഷെയർ ഹോൾഡേഴ്സ് നിങ്ങൾ പൈസ കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് വെളിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ കളക്ട് ചെയ്യാൻ പറ്റും, പൈസ കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്ത്യയിലിരിക്കുന്ന ഒരു സംരംഭം, ഒരു കമ്പനി ഇന്ത്യയുടെ പുറത്തെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്ന് ഷെയർ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഷെയർ വഴിയെ പൈസ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ GDR എന്ന് പറയുന്നത്, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസിപ്റ്റ്. നേരെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരു ബാങ്കിനെ ഐഡന്റിഫൈ ചെയ്യും, ആ ബാങ്കിനെ ഡെപ്പോസിറ്റ് ആയിട്ട് വെക്കുകയും ആ ബാങ്കിൽ അവിടുത്തെ ആൾക്കാർ പൈസ ഇടുന്നു, ആ പൈസ നിങ്ങൾക്ക് കിട്ടുന്നു, ആ ബാങ്ക് ആ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിനാണ് GDR എന്നും. അത് അമേരിക്കയിൽ നടക്കുകയാണെങ്കിൽ അമേരിക്കൻ ഡെപ്പോസിറ്റ് റിസിപ്റ്റ്സ് എന്നും, ഇന്ത്യയിൽ അങ്ങനെ നടക്കുകയാണെങ്കിൽ IDR, ഇന്ത്യൻ ഡെപ്പോസിറ്റ് റിസിപ്റ്റ്സ് എന്ന് പറയും. അപ്പോൾ ഡെപ്പോസിറ്റ് റിസിപ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിലിരിക്കുന്ന ഒരു കമ്പനിക്ക് വെളിയിലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിന് പൈസ കളക്ട് ചെയ്യാൻ ഒരു ഡെപ്പോസിറ്ററി എന്ന ഒരു ബാങ്കിനെ ഇടനിലക്കാരനായിട്ട് വെച്ച് പൈസ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത്. അങ്ങനെ വെളിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പേരാണ് ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസിപ്റ്റിന്റെ പേര് GDR. അത് അമേരിക്കയിലാണെങ്കിൽ ADR എന്ന് പറയും. ഇത് ADR-ഉം GDR എന്ന് പറയുന്നത്, ഒരു ADR എന്ന് പറയുന്നത് നിന്റെ ഇവിടുത്തെ കമ്പനിയിലെ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ആയിരിക്കും. മനസ്സിലായില്ല, അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് യുവർ ക്യാപിറ്റൽ ഇക്വിറ്റി. അപ്പോൾ ഇത് ഇക്വിറ്റിയുടെ ഭാഗമല്ലേ, അതുപോലെ ലോണായിട്ട് നിങ്ങൾക്ക് വെളിയിലത്തെ മാർക്കറ്റിൽ മേടിക്കാം. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ട്. അപ്പോൾ ഈ GDR എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓണർഷിപ്പാണ്, ഇവിടുത്തെ ഷെയർ പോലെയാണ്. ഈ FCCB എന്ന് പറയുന്നത് ഇവിടുത്തെ ലോൺ പോലെയാണ്. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ രണ്ടും ഫോറിൻ സോഴ്സിൽ നിന്ന് കിട്ടുന്ന വളരെ വലിയ കമ്പനിയാണ്. ഞാൻ പേര് പറയുന്നത് ഒത്തിരി വലിയ ലിസ്റ്റഡ് കമ്പനീസ് വലിയ എമൗണ്ട് GDR ആയിട്ടും FCCB ആയിട്ടും പുറത്തുള്ള കൺട്രീസിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേരിയസ് സോഴ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി ലെക്ചർ ചെയ്യുന്ന ഒരു തിയറിയാണ് ഇത്. ബേസിക്കലി നോൺ ഫിനാൻഷ്യൽ പ്രൊഫഷൻസിന് വേണ്ടിയുള്ളതാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഇനി കാണാം. താങ്ക് യു.